പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വന്നിട്ട് കൃത്യമായിട്ട് ഇന്ന് 31 ദിവസമായി. ഇന്ന് ഫെബ്രുവരി 20 ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, തീർച്ചയായിട്ടും അമേരിക്കയുടെ സാമ്പത്തിക ശക്തി ഇമ്പ്രൂവ് ചെയ്യാനുള്ള നടപടികൾ, നന്നാക്കാനുള്ള ഒരുപാട് നടപടികൾ എടുത്തിട്ടുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് തന്നെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള മാക്ക എന്നുള്ള പ്രിൻസിപ്പിളിലാണ്. അതുകൊണ്ട് സാമ്പത്തികമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും കുടിയേറ്റത്തെ ശക്തമായി നിയന്ത്രിക്കുകയും, പ്രത്യേകിച്ച് നിയമവിരുദ്ധ കുടിയേറ്റത്തെ ശക്തമായി നിയന്ത്രിക്കുകയും, വ്യാപാര രംഗത്ത് രാജ്യങ്ങളുമായി മത്സരിക്കുന്നതിൽ, പ്രത്യേകിച്ച് തീരുവ ചുമത്തുന്നതിൽ ഒരു പ്രത്യേക താല്പര്യവും പ്രസിഡന്റ് ട്രംപ് കാണിക്കുന്നുണ്ട്. അന്തർദേശീയ രംഗത്തും അദ്ദേഹം പുറപ്പെടുവിച്ച പല കാര്യങ്ങൾ വളരെ വിവാദ വിഷയമായതാണ്. ഇപ്പോൾ ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പ്രഖ്യാപിക്കാൻ അദ്ദേഹം നടപടിയെടുത്തു, എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി. അദ്ദേഹത്തിന് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൽ നിന്ന് അമേരിക്കയ്ക്ക് വിലയ്ക്ക് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. മറ്റൊന്ന്, കാനഡ അമേരിക്കയുടെ 51ാമത് സംസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതോടൊപ്പം ഗാസയിലെ പ്രശ്നങ്ങൾക്ക് ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുത്തോളാമെന്നും അവിടുത്തെ ആൾക്കാരെ അവിടുന്ന് കുടിയൊഴിപ്പിച്ച് ഈജിപ്തിലോ ജോർദാനിലോ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റാമെന്നും പിന്നീട് ഗാസ പുനഃസൃഷ്ടിക്കാമെന്നും അതിനുശേഷം അവിടെ ഓക്കുപ്പേഷൻ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ വളരെ വളരെ വിവാദ വിഷയങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം ബന്ധപ്പെട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉക്രൈൻ യുദ്ധവുമായി അദ്ദേഹം എടുത്ത നിലപാട്. ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടത്തിയ പ്രചരണത്തിൽ തന്നെ ഉക്രൈൻ റഷ്യൻ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാണ്. ആ നിലപാടുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ് അദ്ദേഹം കൊണ്ടുവരാൻ സാധ്യത. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ ആവശ്യമാണെന്നാണ് അദ്ദേഹം കരുതുന്നത്. ഉക്രൈൻ യുദ്ധത്തിൽ യൂറോപ്യൻ യൂണിയൻ നൽകുന്ന സഹായം അമേരിക്കയ്ക്ക് ഒട്ടും താല്പര്യമില്ല. മാത്രമല്ല, ഈ യുദ്ധം തുടർന്നു പോയാൽ അമേരിക്കയ്ക്ക് വീണ്ടും വീണ്ടും ഈ യുദ്ധത്തിന് സഹായിക്കേണ്ടി വരും. അത്തരം സഹായങ്ങൾ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നും ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്ളാഡിമിർ പുതിൻ റഷ്യൻ പ്രസിഡന്റുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദം നമുക്കറിയാം. പ്രസിഡന്റ് ട്രംപ് വിജയിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്, അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു മേഖല തീർച്ചയായിട്ടും ഉക്രൈൻ മേഖലയിലുള്ള യുദ്ധവും സെലൻസ്കിയുടെ നിലപാടുമല്ല. ഇപ്പോൾ സെലൻസ്കി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് ഒരു നീതിയും സമാധാനവും പ്രതീക്ഷിക്കേണ്ട. ഉക്രൈനെ ആക്രമിച്ചത് ജനാധിപത്യ വിരുദ്ധമായിട്ട് തന്നെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട യുദ്ധം ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുടരുകയാണ്. പക്ഷേ ഉക്രൈനിന് പിടിച്ചു നിൽക്കാൻ എത്രത്തോളം കഴിയും, പ്രത്യേകിച്ച് അമേരിക്കയുടെ സാമ്പത്തിക സഹായം ഉണ്ടാവില്ല എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നത് യൂറോപ്പും അമേരിക്കയും തമ്മിൽ അകലാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, യൂറോപ്പ് അമേരിക്കയുടെ സാഹചര്യത്തിൽ അമേരിക്കയുടെ വളർച്ചയിൽ നിർണായകമായ പങ്ക് ഒരു കാലത്ത് വഹിച്ചിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിനെ പുനഃസൃഷ്ടിക്കാൻ അമേരിക്കയും സഹായിച്ചിട്ടുണ്ട്. ഇതിനെ അക്കാലത്തൊക്കെ ഞങ്ങൾ പറയുന്നത് യൂറോപ്പനൈസേഷൻ ഓഫ് അമേരിക്ക എന്നും അമേരിക്കനൈസേഷൻ ഓഫ് യൂറോപ്പ് എന്നുമാണ്. ഇന്ന് ആ സിദ്ധാന്തം തകർന്നിരിക്കുകയാണ്. യൂറോപ്പും അമേരിക്കയുമായി അകൽച്ച കൂടുതൽ വരുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ അത് ബന്ധപ്പെട്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയന് അമേരിക്കയുടെ പിന്തുണ കുറയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഉക്രൈൻ യുദ്ധത്തിലും അമേരിക്ക എടുത്ത നിലപാട് തീർച്ചയായിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേദനയുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അമേരിക്കൻ സഹായം ഇല്ലാതെ യുദ്ധം മുന്നോട്ട് പോകാൻ പറ്റില്ല. മിക്കവാറും ഏകപക്ഷീയമായ ഒരു യുദ്ധവിരാമത്തിന് സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ, പുതിൻ ആക്രമിച്ച് എവിടം വരെ യുക്രൈനെ കൈയടക്കിയോ ആ മേഖലയൊക്കെ റഷ്യയുടെ ഭാഗമായി മാറുന്ന, പണ്ട് ക്രിമിയ എന്ന് പറയുന്ന ഒരു മേഖല ഉക്രൈനിൽ നിന്ന് റഷ്യ കൈയടക്കിയപ്പോഴുണ്ടായതുപോലെ ഈ യുദ്ധത്തിൽ റഷ്യക്ക് നല്ല തിരിച്ചടി ഉണ്ടായെങ്കിലും യുക്രൈൻ്റെ ഭൂഭാഗത്തിൽ കുറേ ഭാഗം റഷ്യയുടെ കയ്യിലായി. അത് കൈവശപ്പെടുത്തി അതിനോടൊപ്പം ഒരു ഇൻ്റർനാഷണൽ ബോർഡർ ഉണ്ടാക്കി യുദ്ധത്തിനൊരു വിരാമത്തിന് പുതിൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അംഗീകാരത്തോടുകൂടി. ചുരുക്കത്തിൽ ട്രംപിൻ്റെ അനുഗ്രഹമാണ് പുതിൻ ഇപ്പോൾ ഉള്ളത്. അത് രണ്ടുപേരും ഏകാധിപത്യ സ്വഭാവം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ആ യൂറോപ്യൻ അകൽച്ചയിൽ കൊണ്ടെത്തിക്കുന്നു, നേറ്റോയെ ദുർബലപ്പെടുത്തുന്നു. അത് വളരെ നേരത്തെ തന്നെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്
ഒരു സഹായവും അമേരിക്ക തരില്ല എന്ന് തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ട്രംപ് പ്രഖ്യാപിച്ച കാര്യമാണ്. അപ്പോൾ നാറ്റോയിൽ നിന്ന് അമേരിക്ക പിന്മാറിയില്ലെങ്കിലും സഹായമൊന്നും നൽകുന്നില്ല. പണ്ട് നാറ്റോ തുടങ്ങിയത് തന്നെ സോവിയറ്റ് യൂണിയനെ ഭയപ്പെട്ടിട്ടാണ്. ഇന്ന് നാറ്റോയെ നിർജ്ജീവമാക്കുകയും അതിൻ്റെ ശക്തി കുറയ്ക്കുകയും ചെയ്യുന്നു. നാറ്റോയിൽ ചേരുമെന്നുള്ള ഭയത്തിലാണല്ലോ ഉക്രൈനെ റഷ്യ ആക്രമിച്ച്. ഇപ്പോഴത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ സെലൻസ്കിക്ക് ഇനി വളരെ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉക്രൈൻ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ആശങ്ക പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ പുതിൻ ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാനാണ് സാധ്യത. ഇതിൻ്റെ ഫലമായിട്ട് കാണുന്നത് ഉക്രൈന് തിരിച്ചടി ഉണ്ടാകും. ആദ്യമായിട്ട് പറയാം, 2 യൂറോപ്യൻ രാജ്യങ്ങൾ അകലാനുള്ള സാധ്യതയുണ്ട്. ഈ 2 ഘട്ടങ്ങളും സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. അതോടൊപ്പം തന്നെ റഷ്യയ്ക്ക്, പുതിൻ്റെ നേതൃത്വത്തിലുള്ള റഷ്യയ്ക്ക് കൂടുതൽ ആത്മധൈര്യം നൽകും. മാത്രമല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാളെ ചൈന തൈവാൻ കൈയടക്കുകയാണെങ്കിൽ അമേരിക്ക അതിൽ എങ്ങനെ ഇടപെടാൻ പറ്റും? ഇതുപോലെയല്ലേ ഉക്രൈൻ്റെ ഒരു ഭാഗമെങ്കിലും ആക്രമിച്ച് ഇപ്പോൾ പുതിൻ കൈവശം വച്ചിരിക്കുന്നത്. അപ്പോൾ തൈവാൻ ചൈന എടുത്താലും ഒരുപക്ഷെ പ്രസിഡന്റ് ട്രംപ് മിണ്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ വല്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. യൂറോപ്പ് ഈ റഷ്യൻ പ്രസിഡന്റിൻ്റെ ആക്രമണത്തിൽ വളരെയധികം ഭയന്നിരിക്കുകയാണ് യുക്രൈൻ്റെ കാര്യത്തിൽ. അതോടൊപ്പം പ്രസിഡന്റ് ട്രംപ് എടുക്കുന്ന നിലപാടുകളും യൂറോപ്യൻ രാജ്യങ്ങളെ ഒട്ടനവധി കാര്യങ്ങൾക്ക് അലട്ടുകയും ചെയ്യുന്നു. ഇത്തരം ഒരു വല്ലാത്തൊരു രാഷ്ട്രീയ രംഗമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് യൂറോപ്പിലെ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ അമേരിക്കയുടെ താല്പര്യം ഇത്തരം യുദ്ധങ്ങൾക്കൊക്കെ സാമ്പത്തിക സഹായം നൽകി അമേരിക്കയുടെ സമ്പത്ത് നശിപ്പിക്കാൻ താല്പര്യമില്ല എന്നും സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി എന്നും അങ്ങനെ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് പ്രസിഡന്റ് ട്രംപ് വരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു കാലത്ത് എത്ര വലിയ ജനാധിപത്യ പിന്തുണയുള്ള ആൾക്കാരുണ്ടായിരുന്നു. എബ്രഹാം ലിങ്കൺ പോലും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽപ്പെട്ടതായിരുന്നു എന്ന് ആലോചിക്കണം, പഴയ പ്രസിഡന്റ്. പക്ഷേ ഇന്ന് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ളൊരു പാർട്ടിയാവുകയും സ്വന്തം രാജ്യത്തിൻ്റെ കാര്യം മാത്രം നോക്കുകയും അതിന് മറ്റു രാജ്യങ്ങളെ സഹായിക്കാതിരിക്കുകയും ലിബറലായിട്ടുള്ള ആശയങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ പോകുന്ന ഒരു അമേരിക്കയാണ് പ്രസിഡന്റ് ട്രംപിൽ നമ്മളിപ്പോൾ കാണുന്നത്.